നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഒരു ഹോം ടൂറാണ്. കാക്കനാടിനടുത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന അവിശ്വസനീയമായ രീതിയിലുള്ള വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു വീടിൻ്റെ ഹോം ടൂറാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ എലിവേഷൻ നോക്കൂ, എത്ര സൂപ്പർ എലിവേഷൻ ആണെന്ന് നോക്കി. ഇതിൻ്റെ ഗേറ്റ് നോക്കൂ, 14 അടി വീതിയിൽ കൂടുതലുള്ള ഗേറ്റ്. അതിൻ്റെ ഒരു പോർഷൻ തുറക്കത്തക്ക രീതിയിലും ഇതാ നോക്കുക, വളരെ സ്മൂത്തായി തുറക്കാം. മറ്റേ പോർഷൻ സ്ലൈഡിങ് ആയിട്ടാണ്, വളരെ സ്മൂത്തായി സ്ലൈഡ് ചെയ്ത് തുറക്കാൻ സാധിക്കും. നിങ്ങൾ കയറുന്ന ഒരു കാർ പോർച്ചിലേക്കാണ്, സ്പേഷ്യസ് ആയ ഒരു കാർ പോർച്ച്. അതുപോലെ ഒരു ലോങ് വരാന്ത, കാർ പോർച്ചിൻ്റെ സൈഡിൽ ഒരു വരാന്ത. നിങ്ങളിപ്പോൾ കാണുന്നത് ഡ്രോയിങ് റൂമാണ്. ഡ്രോയിങ് റൂമിലേക്ക് നമ്മൾ പ്രവേശിച്ചു. മുകളിൽ ലൈറ്റൊക്കെ ഇട്ട് ഇൻറ്റീരിയർ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു കൊച്ചു ഡ്രോയിങ് റൂം. ഇനി ഈ ഡ്രോയിങ്ങും ഡൈനിങ്ങും തമ്മിൽ പാർട്ടീഷൻ, ഒരു പർഗോള ടൈപ്പ് ഒരു ഇൻറ്റീരിയർ ഡിസൈനിൽ ഡ്രോയിങ് ഡൈനിങ് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഡൈനിങ് മനോഹരമാണ്. ഡൈനിങ്ങിൻ്റെ ഒരു സൈഡ് സ്റ്റെയർകേസ് കയറി പോകുന്നു. അതുപോലെ തന്നെ വളരെ പ്രൈവസിയിൽ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാഷ് ബേസിൻ്റെ സൈഡിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് ക്ലാഡിങ് ടൈല് ചെയ്ത് നല്ല മിററൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ഷെൽഫുമുണ്ട്. ഓപ്പൺ കിച്ചണിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. ഓപ്പൺ കിച്ചൺ വളരെ ഷോയാണ്. കാരണം അതിൻ്റെ ആ കളർ തീമാണ് അതിൻ്റെ അട്രാക്ഷൻ. ഉടൻ ഷെൽഫും ഇടയ്ക്ക് വൈറ്റ് കോമ്പിനേഷനിൽ മൈക്ക ലാമിനേറ്റ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നോക്കുക, കിച്ചൺ ചെറുതാണെങ്കിലും അതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഏത് വലിയ ഫാമിലിക്കും ഒരിക്കലും ഷോർട്ടേജ് വരാത്ത രീതിയിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് ഈ കിച്ചൻ്റെ പ്രാധാന്യം. കൗണ്ടർ ബോട്ടത്തിൽ മാത്രമല്ല, കൗണ്ടർ ടോപ്പിലും ഇഷ്ടംപോലെ സ്റ്റോർ ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഈ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. സിങ്ക് വളരെ സൈസുള്ള സിങ്കാണ്. അതിനകത്ത് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാട്ടർ ഹീറ്റർ വയ്ക്കുന്നതിനുള്ള പ്രൊവിഷനുണ്ട്. മുകളിലുള്ള ക്യാബിനറ്റ്സ് ഇടയ്ക്ക് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ കിച്ചണിൽ ഒരുക്കിയിട്ടുണ്ട്. ഡ്രോയിങ്ങിലും ഡൈനിങ്ങിലുമൊക്കെ വളരെ ഷോയുള്ള വൈറ്റ് വിട്രിഫൈഡ് കൊടുത്തിരിക്കുമ്പോൾ കിച്ചണിൽ വുഡൻ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ വുഡൻ ഫ്ലോറിങ് എപ്പോഴും യൂസർ ഫ്രണ്ട്ലിയാണ്, ക്ലീൻ ചെയ്തതിന് എളുപ്പമുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ സ്ലാബ് ഗ്രാനൈറ്റ്, നല്ല ക്വാളിറ്റി ഗ്രാനൈറ്റ് ആണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ടൈലും അതുപോലെ തന്നെ വളരെ രസകരമായി കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു കോർട്ട്യാർഡിലേക്കാണ്. ഇവിടെ ഭാവിയിൽ വേണമെങ്കിൽ നല്ല സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ ആവശ്യമുള്ളവർക്ക് നിർമ്മിക്കാവുന്നേ ഉള്ളൂ. വർക്ക് ഏരിയ ഇല്ലെങ്കിലും ഈ കിച്ചൺ വളരെ കൺവീനിയൻ്റായി സ്പേഷ്യസായി ഒരുപാട് ക്യാബിനറ്റ് സ്പേസ് കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കോർട്ട്യാർഡിൽ നിന്ന് കാണുന്നത് വളരെ മനോഹരമായ ഒരു സീനറിയാണ്. പാടശേഖരങ്ങളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ നല്ല ടൂറിസ്റ്റ് റിസോർട്ടിലെ പോലെയുള്ള സീനറിയാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ പ്രവേശിക്കുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുള്ള ബെഡ്റൂം. ആ ബെഡ്റൂമിൽ ഒരു നല്ല ഷെൽഫും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വളരെയധികം
തുണി സ്റ്റോർ ചെയ്യത്തക്ക സൗകര്യമുള്ള അലമാരിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂം 2 സൈഡ് ജനൽ കൊടുത്തിട്ടുണ്ട്, 5 പാളി ജനൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വെന്റിലേഷൻ ഒരിക്കലും ഷോർട്ടേജ് ഇല്ല. അതുപോലെ ബെഡ്റൂമിലും സീലിംഗ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റുകൾ നന്നായിട്ടുണ്ട്. ഇനി നിങ്ങൾ ടോയ്ലറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. ടോയ്ലറ്റിൽ ആദ്യം വാഷ് ബേസിൻ, പിന്നെ ക്ലോസറ്റ്, അവിടെ തന്നെ കുളിക്കുന്നതിനുമുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷവറിൻ്റെ താഴെ ആ ടൈലിൻ്റെ ഡിസൈൻ വളരെ കെയർഫുള്ളായിട്ട് ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്ത് ടൈൽ കോമ്പിനേഷൻ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറ് അതുപോലെ വാൾ കോമ്പിനേഷനും വളരെ നന്നായിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് സ്റ്റെയർകേസ് കൊടുത്തിരിക്കുന്നത്, ആ സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ, അത് മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്റ്റെയർകേസിൻ്റെ അടിഭാഗം ഒരു പോർഷൻ ക്ലോസ് ചെയ്ത് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെയർകേസിലേക്കാണ് പ്രവേശിക്കുന്നത്. സ്റ്റെയർകേസ് ലപ്പോത്ര ഗ്രാനൈറ്റ് കൊടുത്തിട്ട് നല്ല എസ്തെറ്റിക്സ് ആയിട്ടുള്ള കളറിലുള്ള ഹിമാലയൻ ബ്ലൂ ലപ്പോത്ര ഗ്രാനൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ വെർട്ടിക്കൽ ഫേസ് അല്ലെങ്കിൽ റൈസ് എന്ന് പറയുന്നത് വൈറ്റ് ഡിസൈനിലുള്ള വിറ്റിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അത് തമ്മിൽ നല്ല മാച്ചാണ്. ഈ ചവിട്ടുന്ന പോർഷനും വെർട്ടിക്കൽ പോർഷനും തമ്മിൽ നല്ല മാച്ചാണ്. അതുപോലെ തന്നെ ഹാൻഡ് റെയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്വയർ സെക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്, അതിന് വേറൊരു നല്ല ലുക്കുണ്ട്. സ്റ്റെയർകേസ് ലാൻഡിങ്ങിൽ നിന്ന് കാണുന്നത് വെർട്ടിക്കൽ വിൻഡോസ്, 5 വെർട്ടിക്കൽ വിൻഡോസ് കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ആർക്കിടെക്ചർ മാർവലാക്കിയിരിക്കുന്ന ഒരു പോർഷനാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അടിയിൽ നിന്ന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർകേസ് കയറി ചെന്നിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് പോർഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. ആ ലിവിങ് പോർഷന് ഫുള്ളായിട്ട് വളരെ ഷോയുള്ള വിട്രിഫൈഡ് ടൈല്, വൈറ്റ് ഡിസൈനുള്ള വൈറ്റ് വിട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലിവിങ് റൂം, 2ാം നിലയിലുള്ള ലിവിങ് റൂം 11 അടി വീതിയും 17 അടി നീളവും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. നല്ലൊരു ഫാമിലി റൂമായിട്ടോ ഓഫീസായിട്ടോ സ്റ്റഡി റൂമായിട്ടോ ഒക്കെ ഇത് ഉപയോഗിക്കുന്നതിന് സാധിക്കും. ഈ ലിവിങ് റൂമിൽ നിന്ന് നോക്കുമ്പോഴും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളാണ്. അത് ഒരു വലിയ ടൂറിസ്റ്റ് റിസോർട്ടിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത പ്രകൃതി രമണീയമായ വ്യൂസാണ് കിട്ടുന്നത്. ഇനി നിങ്ങൾ 2ാം നിലയിൽ ഒരു ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടെ 10 അടി കൂടുതൽ വീതിയും 12 അടി കൂടുതൽ നീളമുള്ള ബെഡ്റൂം. അതിൻ്റെ ഒരു സൈഡ് ജനല്, ഒരു സൈഡ് സ്പേഷ്യസ് ആയിട്ടുള്ള അലമാരി, തുണി ഹാങ് ചെയ്തിടുന്നതിനും മടക്കി വെക്കുന്നതിനുമുള്ള സൗകര്യമുണ്ട്. ഒരു പോർഷൻ ഡ്രോ സഹിതം 5 കമ്പാർട്ട്മെൻറ്റും അഡീഷണൽ ഡ്രോയിങ്ങുമുണ്ട്. ഇനി നമുക്ക് ടോയ്ലറ്റ് കാണാം. ടോയ്ലറ്റ് കളർ സ്കീമിലാണ് കൊടുത്തിരിക്കുന്നത്. ടൈലുകൾ ഷവർ ഏരിയയിൽ കട്ട് ചെയ്ത് സ്ട്രൈപ്സ് ആക്കിയിട്ട് അത് ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് നല്ലൊരു ബാൽക്കണി അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേക്കാണ്. അത് പുറത്തുനിന്നുള്ള നല്ല വ്യൂ ഉള്ള ഒരു ബാൽക്കണി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ബെഡ്റൂമാണ്. 10 അടി കൂടുതൽ നീളവും വീതിയുമുള്ള ഒരു സ്ക്വയർ ഷേപ്പ് ബെഡ്റൂം. അതിൻ്റെ അകത്ത് ഒരു നല്ല അലമാരി, തുണി തൂക്കിയിടുന്നതിനും മടക്കി വയ്ക്കുന്നതിനും ഉള്ള സൗകര്യം, ഡ്രോയ്ക്കുള്ള കൺവീനിയൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ടോയ്ലറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. ടോയ്ലറ്റ്, വാഷ് ബേസിൻ, ക്ലോസറ്റ്, പിന്നെ
ഷവറിൻ്റെ അറേഞ്ച്മെൻറ്റ്, ക്ലോസറ്റിനും വാഷ് ബേസിനും ഇടയ്ക്ക് നിന്ന് കുളിക്കുന്നതിനുള്ള സൗകര്യം. ഇതും ഈ ടൈലുകൾ വളരെ സ്ട്രെയിൻ എടുത്ത് ഡിസൈൻ ചെയ്ത് ചെറിയ സ്ട്രൈപ്സ് കൊടുത്ത് അത് ഒരു ആർക്കിടെക്ചറൽ മാർവലാക്കി. ലിവിങ് റൂമിൽ നിന്ന് ഒരു ടെറസിലേക്കാണ് ഇറങ്ങുന്നത്. ടെറസ് എന്ന് പറഞ്ഞാലും അത് 4 സൈഡും കവേർഡായിട്ടുള്ള ടെറസാണ്. 2 സൈഡ് ഗ്രില്ല് വെച്ച് മറച്ചിരിക്കുന്ന ഒരു കവേർഡ് ടെറസാണ് കാണുന്നത്. അതിന് മുകളിൽ ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ട് ഈ സ്റ്റെയർ കേസ് ഓപ്പണബിൾ ആണ്. ഇതാ നോക്കുക, ഇതെങ്ങനെ തുറക്കാമെന്ന് നോക്കുക. തുറന്നു കഴിഞ്ഞാൽ യാതൊരു തടസ്സവും കൂടാതെ നിങ്ങൾക്ക് മുകളിലേക്ക് കയറിപ്പോകാം. അതുപോലെ തിരിച്ചു പോകുമ്പോൾ അടച്ചിട്ട് പോകേണ്ടത് മാത്രം. അങ്ങനെ കയറി ചെന്ന് നിങ്ങൾക്ക് 3-ാം നിലയിലുള്ള വിശാലമായ ടെറസിലേക്ക് പ്രവേശിക്കാം. ഈ ടെറസ് തുണി ഉണങ്ങുന്നതിനും അതുപോലെ തന്നെ ഈവനിങ് നമുക്ക് ആസ്വദിക്കുന്നതിനും വളരെ സൗകര്യമാണ്. ഇതിൻ്റെ 4 സൈഡിലും ഉള്ള വ്യൂ അത് അവർണ്ണനീയമാണ്. വേണമെങ്കിൽ ഈ ഓപ്പൺ ടെറസ് ടഫോ ഷീറ്റിട്ട് കവർ ചെയ്തെടുത്താൽ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ടും കിട്ടും, യൂസ്ഫുൾ ആയിട്ടും സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളായിട്ട് കിട്ടും. ഒരു ഫ്ലോർ എക്സ്ട്രാ ലഭിച്ചതുപോലെ ഉണ്ടാവും. ഇത് കവർ ചെയ്ത് ട്രസ് വർക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ടെറസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ കവേർഡ് ടെറസിലേക്കുള്ള എൻട്രൻസ് ഓപ്പണിങ് അതുപോലെ ക്ലോസ് ചെയ്തേക്കണം. ഇതാ 100% സേഫായി ക്ലോസ് ചെയ്തു. അങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് ഇപ്പോൾ ആരും അറിയുക പോലുമില്ല. ഈ വീടിൻ്റെ പ്രത്യേകത 1700 സ്ക്വയർ ഫീറ്റ് മാത്രം ആണ് ഇതിൻ്റെ ഏരിയ എങ്കിലും ഇതിൻ്റെ കൺവീനിയൻസ് അതിൻ്റെ പല മടങ്ങാണ്. ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിൻ്റെ സാധാരണ ഒരാൾ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിൻ്റെ പകുതി പ്രൈസിൽ ഈ വീട് സ്വന്തമാക്കാം എന്ന് മാത്രമല്ല, ഇത് എറണാകുളത്ത് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കാക്കനാടിൻ്റെ അടുത്തായതുകൊണ്ട് വളരെ കംഫർട്ടബിളാണ്. ഇത് ലോ കോസ്റ്റിൽ അഫോർഡ് ചെയ്യാവുന്ന വീടാണ്. ഫ്ലാറ്റ് ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ മെയിൻ്റനൻസ് ചാർജ്, അതിൻ്റെ ഹൈ കോസ്റ്റ്, അതിൻ്റെ ഡിപ്രീസിയേഷൻ ഒക്കെ താങ്ങാൻ പറ്റാത്ത സാധാരണക്കാർക്ക് ഏറ്റവും നല്ലത് ഈ ഒരു വീട് വാങ്ങുകയാണ്. ഇതുപോലെ അനേക വീടുകൾ ഈ കോംപ്ലക്സിൽ അവൈലബിൾ ആണ്. ഈ വീട് വാങ്ങേണ്ടവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു.